Hi everyone, this is me Casac Benjali. Welcome to new video vlog. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്, എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രോഡക്റ്റിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അത് വ്യക്തിയുടെ ബ്രാൻഡ് ആകാം, ആസ് എ സക്സസ് സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് എന്നെ ബ്രാൻഡ് ചെയ്തത്. ഓരോ വ്യക്തികളും അവരവരുടേതായിട്ടുള്ള ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എല്ലാവർക്കും പേഴ്സണൽ ബ്രാൻഡ് വേണം. എസ്പെഷ്യലി ഇൻ ദീസ് ഡേയ്സ്, നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും യൂട്യൂബ് ചാനൽ, ടിക്ടോക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാറുകളാണ്. പലരും വലിയൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ബ്രാൻഡുകൾ, ട്രാവലോഗ് ഉണ്ട്, ഫുഡ് ബ്രാൻഡ് ഉണ്ട്, വില്ലേജ് ഫുഡ് ഉണ്ട്, അതുമല്ലെങ്കിൽ അർബൻ ഫുഡ് കൾച്ചർ ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാവലോഗ്സുകൾ, അല്ലെ, പലതരത്തിലുള്ള ട്രാവൽ വ്ളോഗുകളും ഇങ്ങനെയൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ചാരിറ്റി വ്ളോഗിങ്, പൊളിറ്റിക്കൽ വ്ളോഗിങ്, ഇങ്ങനെ പല രീതിയിലുള്ള വ്ളോഗിങ്, ടിക്ടോക്ക്, കോമഡി, അങ്ങനെ സെലിബ്രിറ്റി ലെവൽ, ഡാൻസ്, ഈ രീതിയിലുള്ള പല രീതിയിലുള്ള പേഴ്സണൽ ബ്രാൻഡുകളും ഇന്ന് പലരും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങൾ ഇങ്ങനെ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, ഇഫ് യു ആർ ഇൻ ടു ബിസിനസ്, ഇഫ് യു ആർ എൻ ഓൺട്രപ്രനർ, ഇഫ് യു വാണ്ട് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ്, ഇഫ് യു വാണ്ട് ടു uplift your business brand value, or else your product brand value, this video definitely will help you. Please follow these points. ഈ ഒരു പോയിന്റുകൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലരും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് പോകുന്നത്, പലരും ഈ ടിക്ടോക്കിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വേറെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവുമായിട്ട് വരുന്നതെല്ലാം ഫേമസ് ആകുക എന്ന് പറയുന്ന ഒരു മിനിമം അജണ്ട വെച്ചുകൊണ്ടാണ്. ഫേമസ് ആകാൻ വേണ്ടിയിട്ട് മിനിമം അജണ്ട വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ശ്രമങ്ങളിൽ വലിയ ഫേമസ് ആയേക്കാം. പക്ഷേ ഫേമസ് ആകുക എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഫേമസ് ആയിക്കൊള്ളണമെന്നില്ല. യു ഹാവ് ടു പ്രൊഡ്യൂസ് വാല്യൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് അത് വൈറലായി, തീർച്ചയായിട്ടും ആ വൈറലായി കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ എവിടെയെങ്കിലും കാണുമ്പം നിങ്ങളെ പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സെൽഫി എടുക്കും, സ്വാഭാവികമാണ്. ബിക്കോസ് യു ആർ ഫേമസ്. സെൽഫി എടുക്കും, ബട്ട് ദേ വിൽ നെവർ ഫോളോ യു അണ്ടിൽ യു ക്രിയേറ്റ് എ വാല്യൂ. നിങ്ങളുടെ മേഖലയിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരു കസ്റ്റമറും അല്ലെങ്കിൽ ഒരു വ്യക്തിയും നിങ്ങളെ ഫോളോ ചെയ്യില്ല. മേ ബി ദേ വിൽ ടേക്ക് എ സെൽഫി വിത്ത് യു, but they will never follow until you create a value. Value is important. നിങ്ങൾ ഫേമസ് ആകാൻ വേണ്ടി മാത്രം പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കോ വീഡിയോയിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ ടിക്ടോക്കിലേക്കോ വരരുത്. മറിച്ച് അതിനു മുമ്പ് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സർവീസ്, നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വീഡിയോ, നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വ്ളോഗിങ്, നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടിക്ടോക്ക്, അതല്ലെങ്കിൽ എന്തും ആവട്ടെ, അത് എന്ത് വാല്യൂ ആണ് സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത്. യു ഷുഡ് നോ വാട്ട് ഈസ് ദ വാല്യൂ യു ആർ ഗോയിങ് ടു ഗിവ് ടു ദ കസ്റ്റമർ, വാട്ട് ഈസ് ദ വാല്യൂ യു ആർ ഗോയിങ് ടു ഗിവ് ടു ദ ജനറൽ പബ്ലിക്. യു ഷുഡ് നോ. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രാവലോഗ് ചെയ്യുന്നു. ട്രാവലോഗ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്താ? ഇതുവരെ ആളുകൾ കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത മനോഹരമായ സ്ഥലങ്ങളെ കണ്ടെത്തിയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ പ്രകൃതി ഭംഗിയും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുക. ഇതാണ് വാല്യൂ. ഇതാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്ന വാല്യൂ. കാരണം എന്താ? എല്ലാവർക്കും ഇത് കാണാൻ അവസരങ്ങളില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഏത് സെഗ്മെന്റിലുള്ള ഏത് ടൈപ്പ് ഫുഡാണ്, ഏതൊരു കസ്റ്റമർ ബേസ് ആണ്, അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള വാല്യൂ പ്രപ്പോർഷനാണ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ കോമഡിയാണ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കോമഡി ഹാസ് സം വാല്യൂ. അതിനും ഒരു സോഷ്യൽ വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന മേഖലയിൽ എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പോകുന്നതെന്നാണ് ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫേമസ് ആകുക എന്ന് പറയുന്നത് അതിൻ്റെ പുറകെ വരുന്നതാണ്. ഫേമസ് ആകാൻ ശ്രമിക്കുന്നതിന് മുമ്പും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതും ക്രിയേറ്റ് വാല്യൂ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഇതൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സോഷ്യൽ ബ്രാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ളൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ ഏരിയ പ്രിഫർ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിലൊരു വാല്യൂ കൊടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാവലോഗ് അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് ആണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസിനകത്ത്, നമ്മുടെ വ്ളോഗിനകത്ത് നിങ്ങൾ ട്രാവലോഗ് കണ്ടിട്ടുണ്ടാവില്ല.
ഫുഡ് റിലേറ്റഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോമഡി വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ പരസ്യമോ കണ്ടിട്ടുണ്ടാവില്ല. ഓൺലി നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പേഴ്സണൽ ഹാപ്പിനെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ മാത്രമേ, അത് ബിസിനസ് ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ സക്സസ് ആവാം, ഫാമിലി ഹാപ്പിനെസ് ആകാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സൊല്യൂഷൻസ് ആവാം. ബട്ട് പേഴ്സണൽ ഹാപ്പിനെസ് മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്, ആ വാല്യൂ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരവും തുടർച്ചയുമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഓതന്റിസിറ്റി നിറഞ്ഞ ഇൻഫർമേഷൻസ് റെഗുലർ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന വാല്യൂ പ്രൊപ്പോർഷനിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഇന്ന് ഫുഡിനെ കുറിച്ച് ചെയ്യുന്നു, നാളെ ട്രാവലോഗ് ചെയ്യുന്നു, മറ്റന്നാൾ കോമഡി ചെയ്യുന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെഗ്മെന്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജനറലൈസ് ചെയ്യുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കൺസിസ്റ്റൻസി അവിടെ പോകുന്നു. രണ്ടാമത്തോ, റെഗുലർ ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ചെയ്യും. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തു, ഒരു ഇൻഫർമേഷൻ ചെയ്തു, ഞാനൊരു ഗ്യാപ്പ് 2 മാസം എടുത്തിരുന്നു ഇതിനിടയിൽ. പക്ഷേ എന്നിരുന്നാലും അതൊരു പെർമനന്റ് ഗ്യാപ്പ് അല്ല. ഇനി നമുക്ക് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് വീഡിയോ തരുന്ന രീതിയിലേക്ക് അതിനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തത് ടു അപ്ഗ്രേഡ്. പക്ഷേ കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന, നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന എന്ത് വാല്യൂ ആണോ ആ വാല്യൂ പ്രൊപ്പോർഷൻ റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആളുകളിലേക്ക് എത്തിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ബ്രാൻഡ് സെഗ്മെന്റിൽ, പേഴ്സണൽ ബ്രാൻഡ് സെഗ്മെന്റിലാവട്ടെ ബിസിനസ്സിലാവട്ടെ ആളുകൾ വിശ്വസിക്കും. ഇറ്റ് ഇസ് ട്രസ്റ്റബിൾ ബ്രാൻഡ്. ഒരു ദിവസം എന്തോ ഒന്ന് വന്നത് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഈസ് ഡൂയിങ് റെഫറൻസ്, ഈസ് ഡൂയിങ് ഇനഫ് റിസർച്ച് ആൻഡ് എവറിത്തിങ് ടു ഹെൽപ്പ് അസ്. എനിക്ക് ആ റെഫറൻസിലൂടെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ കൺസിസ്റ്റന്റ് ഇൻ യുവർ സർവീസ് മോഡ്. ആൻഡ് തേർഡ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആണ് നമ്മുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യുക, ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു. ഈ ചാനൽ സ്പെഷ്യലൈസ്ഡ് ചാനലാണ്. പേഴ്സണൽ ഹാപ്പിനെസ്, പേഴ്സണൽ സക്സസ്, ബിസിനസ് സക്സസ്, ഈ ഒരൊറ്റ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാ വീഡിയോസിനെയും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രാവൽ ലോഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വന്നിട്ടില്ല. അത് മോശമായതുകൊണ്ടല്ല, പക്ഷേ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇപ്പോൾ ട്രാവൽ ലോഗ് ചെയ്യുന്ന പല ബ്ലോഗേഴ്സ് ഉണ്ട്. ഞാൻ ഉദാഹരണത്തിന് പല ആളുകളെയും നമുക്ക് പറയാം. ട്രാവൽ ലോഗ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡുമായി റിലേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് പരിചയപ്പെടുന്ന ആളുകൾ, ടെക്നിക്കൽ ആയിട്ടുള്ള, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇതൊക്കെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോ ചാനലുകളും ഓരോ പേഴ്സണൽ പ്രോഡക്റ്റുകളും നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ഏതാണോ ആ സ്പെഷ്യലൈസ്ഡ് സർവീസ് ഏരിയയിൽ നിങ്ങളെ റെഫർ ചെയ്യാനും അതിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. പുള്ളിക്കാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ടിക്ടോക്ക് ഒന്ന് കണ്ടു നോക്കൂ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൾ ആൻസർ ഫോർ യുവർ പ്രോബ്ലംസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എപ്പോഴാണ് ഒരു കസ്റ്റമർ റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, when you are enough specialization. ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും ഓരോ മേഖലയിലും നമുക്ക് ഓരോ പ്രോഡക്റ്റ്, when it comes to business, നമുക്ക് മൊബൈൽ ഫോണിനെ കുറിച്ചാണെങ്കിൽ അവിടെ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സെർട്ടൻ ബ്രാൻഡ് ഉണ്ട്. അവർ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് TV ആണെങ്കിൽ അതിനകത്തൊരു സ്പെഷ്യലൈസ്ഡ് ബ്രാൻഡ് ഉണ്ടാകാം, വെഹിക്കിളിലാണെങ്കിൽ ഒരു ബ്രാൻഡ് ഉണ്ടാകാം. ഏത് മേഖലയിലും അതിൽ അവരാണ് സ്പെഷ്യലൈസ്ഡ്. സ്പെഷ്യലൈസേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബിസിനസ്, ഈവൺ ഇൻ ഡെവലപ്പിംഗ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നാലാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോവേഷൻസാണ്. മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ചെയ്യുന്നത് കൊണ്ട് ഞാനും അതുപോലെ ചെയ്യുന്നു. ഏതോ ഒരാൾ ഓൺലൈനിലൂടെ ഫേസ്ബുക്ക് ചാരിറ്റിക്ക് ഇറങ്ങി തിരിച്ചപ്പം ധാരാളം ഫേസ്ബുക്ക് ചാരിറ്റിക്കാർ അതുപോലെ തന്നെ അതേ രീതിയിൽ വന്നു. പലർക്കും ക്ലിച്ചാൻ പറ്റില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ ട്രാവലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ട്രാവലോഗുകാർ വരുന്നു. ഇതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരാൾ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സക്സസ് സ്ട്രാറ്റജി ചെയ്യുന്നു, അതേ രീതിയിൽ അത് തന്നെ കോപ്പി ചെയ്തുകൊണ്ട് പറയുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നിങ്ങളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല, മറിച്ച് ഇന്നോവേറ്റീവ് ആയിരിക്കണം. നിങ്ങൾ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ട്രാവലോഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഡെഫിനറ്റ്ലി ട്രാവലോഗ് നിങ്ങൾക്ക് ചെയ്യാം, ട്രാവൽ വീഡിയോസ് ചെയ്യാം. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ്, നിങ്ങളുടേതായിട്ടുള്ളൊരു ഇന്നോവേറ്റീവ് ഐഡിയ, നിങ്ങളുടേതായിട്ടുള്ള പുതിയൊരു മെത്തേഡ് കൊണ്ടുവന്നുകൊണ്ട് ട്രാവൽ മേഖലയിൽ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ആളുകൾക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ബൈക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ഹിമാലയത്തെക്കുറിച്ച് അറിയാൻ പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ആളുകൾക്ക് പറയണമെങ്കിൽ
It only comes when you have enough specialization. Specialization important. Motivation കുറിച്ച് പറയുകയാണെങ്കിലും ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ ആകുന്നതിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകുന്നതിലോ ആർക്കും ഒരു പ്രശ്നമില്ല. ബട്ട് പീപ്പിൾ, ജനങ്ങൾ നിങ്ങളെ കേൾക്കുന്ന എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മാത്രം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുമ്പോഴാണ് ജനങ്ങൾ നിങ്ങളെ കൂടുതൽ ആസ്വദിച്ച് കേൾക്കുക. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ഡെവലപ്പിംഗ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇനി എനിക്ക് അവസാനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പലരും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരും, ചാരിറ്റിയിലേക്ക് വരുന്നുണ്ട്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വ്ളോഗിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസ് ചാനൽ തുടങ്ങും. ഇതിൻ്റെയൊക്കെ മേജർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും ഐ വോണ്ട് ടു മേക്ക് മണി, ടിക്ടോക്കിൽ സ്റ്റാർ ആകണം, എനിക്ക് പണം ഉണ്ടാക്കണം, കാരണം പല ബ്രാൻഡിൻ്റെയും പബ്ലിഷറാണ്, ബ്രാൻഡ് അംബാസഡർ ആകണം, അവർക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഇന്ന് ടിക്ടോക്കിൽ പണം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാവരും ആദ്യ ദിവസം തന്നെ പണം ഉണ്ടാക്കിയ ആളുകളല്ല, ആദ്യ ദിവസം തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർ കൈപ്പറ്റിയ ആളുകളല്ല. മറിച്ച് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് ദ മണി. ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് ദ മണി. ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് ദ മണി. ഞാനും അതുപോലെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യം വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുക. കൺസിസ്റ്റൻസി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യു. അത് കഴിഞ്ഞ് യു ഹാവ് ടു സ്റ്റാർട്ട് സ്പെഷ്യലൈസേഷൻ. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി പീപ്പിൾ സ്റ്റാർട്ട് ലിസണിങ് യു. പിന്നെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഈ 4 സാധനങ്ങളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടും റെഗുലർ ആയിട്ടും ചെയ്യുമ്പോഴാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് വഴി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 പോയിന്റാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നതാണ് വാല്യൂ പ്രൊപ്പോർഷനാണ്. നിങ്ങൾ എന്ത് വാല്യൂ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തത് വളരെ പ്രധാനമാണ് കൺസിസ്റ്റൻസി. മൂന്നാമത്തത് വളരെ പ്രധാനമാണ് സ്പെഷ്യലൈസേഷൻ. നാലാമത് കോപ്പി അടിക്കരുത്, മറ്റുള്ളവരെ കോപ്പി അടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇന്നോവേറ്റീവ് ആയിരിക്കണം. അഞ്ചാമത്തത് ഡോണ്ട് ലുക്ക് മണി, ഫോക്കസ് ഓൺ വാല്യൂ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് കിട്ടും. മാത്രമല്ല ബിസിനസ്സിനെ കുറിച്ച്, പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച്, നിങ്ങൾ ബിസിനസ്സുകാരനാവും, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളാകും, മാനുഫാക്ചർ ആകാം, സെയിലർ ആവാം, അത് ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ശരി, നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണം, നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തണം. നിങ്ങളുടെ ഇന്നുള്ള മാർജിൻ കുറയ്ക്കാതെ തന്നെ അല്ലെങ്കിൽ പ്രൈസ് കുറയ്ക്കാതെ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കണം. നിങ്ങൾക്ക് മൊണോപ്പൊളി സൃഷ്ടിക്കണം. എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറാം, ഫ്യൂച്ചർ ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ്, ഇതെല്ലാം എങ്ങനെയാണ്, ഏത് രീതിയിൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബിസിനസ് ബൂം എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ബിസിനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിക്കുക, ഞങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ടിക്ടോക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എവിടെയും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. താങ്ക് യു. ഒരുപാട് നന്ദി.